സഹോദരി. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും പല രാജ്യങ്ങളിൽ വന്നു ചേർന്നതാണ്. അതിൽ നമ്മുടെ കേരളത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ വരാത്ത രാജ്യക്കാർ കുറവായിരിക്കും. കാരണം ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. കൊച്ചിയിലായാലും കോഴിക്കോടായാലും ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരായാലും പലരും വന്നു പോയതിന് വ്യക്തമായ തെളിവുണ്ട്. അത് ആദ്യമായിട്ട് വന്നത് അറബികളാണ്. അതിനുശേഷം പലരും വന്നു, ഗ്രീക്കുകാർ, റോമക്കാർ, അതുപോലെ ഈജിപ്തുകാർ, ചൈനക്കാർ, ജൂതന്മാർ, പോർച്ചുഗീസുകാർ, പേർഷ്യക്കാർ, ഡച്ചുകാർ, അതുകൂടാതെ ബ്രിട്ടീഷുകാർ, അങ്ങനെ പല രാജ്യക്കാരും വന്നു പോയൊരിടമാണ്. അവരുടെയൊക്കെ ഒരുപാട് സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാഷയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ചേച്ചി വിളി, അതായത് സഹോദരി എന്ന് നമ്മൾ പറയും. ചൈനക്കാർ പറയുന്നത് സെയിം വാക്ക് തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി അധികം സന്തോഷം. ഈ അടുത്ത് ഒരു ഇന്റർവ്യൂല് ഋഷിരാജ് സിംഗ്, അതായത് മുൻ DGP ആയിരുന്ന പഞ്ചാബുകാരൻ, കളിയാക്കിക്കൊണ്ട് ചേട്ടൻ, അതായത് നമ്മള് ചേട്ടന് സഹോദരനെയും വിളിക്കും, അതുകൂടാതെ തന്നെ ഭർത്താവിനെയും വിളിക്കും. അപ്പൊ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കുന്നവരോടും അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരോടും നമുക്ക് പറയാനുള്ളത്, ഒരുപാട് രാജ്യക്കാർ വന്ന് പോയൊരിടമാണ്. അവരുടെയൊക്കെ ഒരുപാട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വേറിട്ട് നിൽക്കുന്നത്, കേരളം ഒരു വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ആ ഒരു സ്വാധീനം കൊണ്ടാണ്. അപ്പൊ ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ്റിയ അതിയായ സന്തോഷം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതൊരു നമസ്കാരം.